ഒരേ പാതയിൽ ഒരേ യാത്രയിൽ മുടങ്ങാതെ നീങ്ങിടുന്നൊരാൾ ഹൈബി പ്രചരണ തിരക്കിലാണെങ്കിലും ഭാര്യയും മകളും ഹൈബിയുടെ പിറന്നാൾ ദിനം ഓർത്തിരുന്ന് തയ്യാറാക്കിയ സമ്മാനം. പപ്പയ്ക്ക് സർപ്രൈസായി 11-കാരിയായ ക്ലാര അന്ന ഈഡൻ ആൽബം പാടി തയ്യാറാക്കി. മോളിനെ കുറേ ദിവസമായിട്ട് കാണുന്നില്ല, അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഹൈബിക്കൊരു ഉണ്ട്. അപ്പോൾ ഇതും കൂടിയും കണ്ടപ്പോൾ ഹൈബി പെട്ടെന്ന് ഇവിടെ ഒരു ഇമോഷൻ ബസ്റ്റ് ഔട്ട് ചെയ്തു. പാട്ടൊരുക്കിയത് എങ്ങനെയെന്ന് ഇനി ക്ലാര പറയും. ആദ്യം നമ്മൾ ട്യൂൺ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻഡലൈൻസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ട്യൂൺ അയച്ചു കൊടുത്തു. എന്നിട്ട് അത് റിഫർ ചെയ്തിട്ടാണ് ട്യൂൺ ഉണ്ടാക്കിയത്. പിന്നെ അത് ലൈക്ക് ലിറിക്സ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനനുസരിച്ചിട്ട് ഈ ട്യൂൺ എഴുതിയ മെജു എന്ന് പറഞ്ഞ അങ്കിൾ പാടിത്തന്നു. പിന്നെ അത് കേട്ടിട്ട് വരികൾ പഠിച്ചിട്ട് പാടി. തെരഞ്ഞെടുപ്പായതിനാൽ ഹൈബി വരുന്ന സമയം കാത്തിരുന്ന കേക്ക് മുറി. വീട്ടിലല്ലെങ്കിലും ഹൈബീനെ അധികം കിട്ടാറില്ല, അതിൽ പക്ഷെ ഞങ്ങൾക്ക് പരാതിയുമില്ല. ലഞ്ചിൻ്റെ സമയത്തൊരു ബ്രേക്ക് ഉണ്ടാവും എപ്പോഴും ക്യാമ്പയിന്, ആരുടെങ്കിലും വീട്ടിലായിരിക്കും. അപ്പോൾ അവർ തന്നെ അവിടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെയും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈബിയുടെ ബർത്ത്ഡേ ആയത് കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ അവിടെയുള്ള പാർട്ടി ആൾക്കാരുടെയൊക്കെ കൂടെ ഞാനും മോളും അമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ലഞ്ച് ഒരുമിച്ച് കഴിച്ചു. പിറന്നാളിനെ പതിവ് ദിനമാക്കി രാവിലെ മുതൽ തന്നെ ഹൈബി പ്രചരണത്തിനിറങ്ങി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.